സി നമുക്ക് ഒരു എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതിപ്പോ പറയുന്നത്. അതായത് എല്ലാ കമ്പനീസിനും അവർക്ക് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കസ്റ്റമേഴ്സിനെല്ലാം നമുക്ക് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമ്പനി ഇവിടെ ഉണ്ട്, നമ്മൾ അങ്ങനെ സർവീസ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ അത് ചെയ്ത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡിങ് ടു ബി ഡൺ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഉള്ള കസ്റ്റമേഴ്സിൽ തന്നെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കസ്റ്റമേഴ്സിലുള്ള ആൾക്കാർ, കസ്റ്റമേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. പബ്ലിക് ബ്രാൻഡിങ്ങിന്റെ കേസല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ അവരുടെ ഒരു റിറ്റൻഷൻ, കസ്റ്റമർ റിറ്റൻഷന് വേണ്ടിയിട്ടും കസ്റ്റമർ ലോയൽറ്റിക്ക് വേണ്ടിയിട്ടും കസ്റ്റമറുടെ ഒരു ഓവറോൾ ഹാപ്പിനെസിന് വേണ്ടിയിട്ടും എല്ലാത്തിനുപരി നമുക്ക് അപ്സെൽ ചെയ്യാനും ക്രോസ് സെൽ ചെയ്യാനും പുതിയ ബിസിനസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ആവശ്യമുണ്ട്. കസ്റ്റമേഴ്സിന്റെ എൻഗേജ്മെന്റ്, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വേറെ ആൾക്കാർ വന്നിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങൾ ബ്രാൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആ ബിസിനസ് അവർ കൊണ്ടുപോകും, നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ബിസിനസ് അവർ കൊണ്ടുപോകും. സോ യു ഷുഡ് ഇമാജിൻ എത്രത്തോളമാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം. അപ്പോ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വാട്ട് അബൌട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഒരു ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ലിവാസിന്റെ കമ്പനിക്ക് ബ്രാൻഡിങ് എക്സസൈസിന്റെ ഭാഗമായി, കസ്റ്റമർ ബ്രാൻഡിങ് എക്സസൈസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സർവീസസ് ഓഫർ ചെയ്യുന്നുള്ള കാര്യം ഇത് എല്ലാ കസ്റ്റമേഴ്സിനെ അറിയിക്കണം. അപ്പൊ അത് എങ്ങനെ അറിയിക്കുക വെച്ചാൽ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു ലാൻഡിംഗ് പേജ് ആണ്. ഞാൻ പറഞ്ഞ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ബ്രാൻഡിങ് ഒരു ലാൻഡിംഗ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി ഫ്രീ ആയിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിവാസിന്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ലിവാസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ് വോണ്ട് കോസ്റ്റ് മച്ച് ഓൾസോ. അപ്പോ ബേസിക്കലി നമുക്കിപ്പോ എയുടെ കാലഘട്ടമൊക്കെയാണ്, നമുക്ക് ഓൺലൈനിൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അതിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ഫോം സബ്മിഷൻ, ലീഡ് ജനറേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇതൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ യു ക്യാൻ അപ്രോച്ചസ്, വി ക്യാൻ ഡു ഇറ്റ് ഫോർ യു. അതേപോലെ നമ്മുടെ ബ്രാൻഡിങ്, നമ്മുടെ സർവീസും കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു, ഫോം സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ലാൻഡിംഗ് പേജ്. അപ്പൊ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി ആൾക്കാർക്ക് എത്തിക്കണമല്ലോ. ആൾക്കാർക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ വാട്സാപ്പിന്റെ API, ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സാപ്പിന്റെ ക്ലൗഡ് API യൂസ് ചെയ്യണം. അല്ലാതെ നമ്മുടെ മറ്റുള്ള ബ്ലാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തതിനാൽ അത് വാട്സാപ്പിന്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ നമ്പർ ബ്ലോക്ക് ആകാം, മനസ്സിലേ. അങ്ങനത്തെ മാത്രമല്ല, അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സൊല്യൂഷനും അല്ല. അതിൽ നമുക്ക് കുറെ കൂടി ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്, പ്രൊഫഷണൽ ആയിട്ട് സൊല്യൂഷൻ എന്ന് വെച്ചത് വാട്സാപ്പിന്റെ ക്ലൗഡ് API ആണ്. ജസ്റ്റ് മെസ്സേജ് അയക്കാൻ മാത്രമല്ല ക്ലൗഡ് API യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പല പരിപാടികളും ചെയ്യാനും പറ്റും, മനസ്സിലായി. ചാറ്റ് ബോട്ട് പോലും നമുക്ക് അതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനല്ല, അതുകൂടാതെ നമുക്ക് വേറെ AI ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു API അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒഫീഷ്യൽ API അക്കൗണ്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സിമ്മും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, വി ക്യാൻ കമന്റ് ഇട്ടാൽ മതി, നമുക്ക് വേണ്ട ഗൈഡൻസ് തരാം. അപ്പോ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വാട്സാപ്പിന്റെ ഒഫീഷ്യൽ API വഴി നമ്മൾ എല്ലാവർക്കും ഈ പറഞ്ഞ മെസ്സേജുകൾ അയക്കണം. അപ്പൊ ഡെലിവറിയും 100% ഡെലിവറി കിട്ടുകയും ചെയ്യും. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ വാട്സാപ്പിന്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇതിൽ പോയിട്ട് വാട്സാപ്പ് മാനേജർ സംഭവം ഉണ്ട്, അതിൽ പോയിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് നെയിം കൊടുക്കണം, ഇംഗ്ലീഷ് എന്താ വെച്ചാൽ ലാംഗ്വേജ് എന്താ വെച്ചാൽ കൊടുക്കുക, ഇംഗ്ലീഷ് യു ക്യാൻ സെലക്ട്. പിന്നെ കണ്ടന്റ്, ഹെഡർ, ബോഡി, ഫുട്ടർ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, മനസ്സിലായോ? അപ്പോ നമ്മുടെ GPT പോയിട്ട് ക്യാമ്പയിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് തന്നു. ഇതിപ്പോ എന്ത് ചെയ്യണം, അത് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് വി ക്യാൻ ആഡ് ഹിയർ.
നമ്മുടെ ബോഡിയിൽ പേസ്റ്റ് ചെയ്യും. അതുകൊണ്ടോ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാണുന്നുണ്ട്, മെസ്സേജിന്റെ ഫോർമാറ്റ് കാണുന്നുണ്ട്. സോ ഹെഡർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും ഇതെല്ലാം, അറിയത്തില്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കുക. ഓക്കെ, ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ചെയ്തു തരാം. അതായത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ ഇതെല്ലാം. പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡ് കൂടി നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ടിന്റെ ആവശ്യം വേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമുക്കുണ്ട് ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇമേജ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, വീഡിയോ കണ്ടോ, വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും മാർക്കറ്റിംഗിൽ. എവറിത്തിങ് ഈസ് പോസിബിൾ. കണ്ടോ, ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ടെക്സ്റ്റ് തന്നെ കൊടുക്കാം. സോ നമുക്കൊരു ബ്രോഷർ തന്നെ ആയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതൊന്ന് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാം. ഫൂട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൂട്ടർ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സിസ്റ്റം ജനറേറ്റഡ് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫോട്ടോ, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ബ്രാൻഡ് എന്താണോ അത് കൊടുക്കാം. റിവേഴ്സ് ദ ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ പാർട്ട്ണർ വാട്ടെവർ. ഇനി അടുത്തൊരു കേസ് നിങ്ങൾ അറിയേണ്ട ഒരു കേസാണ് ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അത് വിസിറ്റ് വെബ്സൈറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പല ഓപ്ഷൻസ് ഉണ്ട്, ഫോൺ നമ്പർ അങ്ങനെ കുറെ ഉണ്ട്. വിസിറ്റ് വെബ്സൈറ്റ് എടുക്കാം നമുക്ക് കേസിൽ. അതിലിപ്പോ ഇതിൽ ജസ്റ്റ് വ്യൂ ഓൾ സർവീസസ് ബട്ടൺ കൊടുത്തു. കണ്ടോ, വന്നുണ്ടോ. സ്റ്റാറ്റിക് തന്നെ സെലക്ട് ചെയ്യണം. ഡൈനാമിക് കോംപ്ലിക്കേറ്റ് ആയിരിക്കും നിങ്ങൾക്ക്, സ്റ്റാറ്റിക് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് വെബ്സൈറ്റ് URL കൊണ്ട് പേസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? യു ക്യാൻ ചെക്ക് ആൾസോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത്രേ ഉള്ള കാര്യം. ഇപ്പൊ ഈ ടെംപ്ലേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അപ്പൊ ഇത് അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അപ്രൂവൽ ഉണ്ട്. അപ്രൂവൽ വളരെ സാധാരണഗതിയിൽ ചില കേസസ് ഒക്കെ അപ്പൊ തന്നെ 15 മിനിറ്റൊക്കെ ആവും. ചിലപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കാം ഒരു പക്ഷെ. ചില കേസസ് അപ്പൊ എക്സ്റ്റൻഷൻ വരും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ടെംപ്ലേറ്റ് മാർക്കറ്റിംഗ് തന്നെ എടുക്കുന്നെങ്കിൽ മാർക്കറ്റിംഗ് മെസ്സേജ് ആണെങ്കിൽ കുഴപ്പമില്ല. യൂട്ടിലിറ്റി ടെംപ്ലേറ്റ് എടുക്കുന്നെങ്കിൽ യൂട്ടിലിറ്റി ആയിരിക്കണം. യൂട്ടിലിറ്റിക്കകത്ത് നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് മെസ്സേജ് അയക്കാൻ പാടില്ല. കാരണം യൂട്ടിലിറ്റിക്ക് ചാർജ് കുറവ്. ഓരോ മെസ്സേജിനും ചാർജ് ആവും. ഐ വാണ്ട് ടു ടെൽ യു, ഓരോ മെസ്സേജിനും ചാർജ് വരും. യൂട്ടിലിറ്റി മെസ്സേജ് ആണെങ്കിൽ 15 പൈസ എങ്ങാണ്ടാണ് വരുന്നത് ഒരു മെസ്സേജിന്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ബട്ട് വി ക്യാൻ എൻഷുർ എന്താണ് ആ ഒരു ഡെലിവറി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ സ്പാമോ അങ്ങനത്തെ കേസും കാര്യങ്ങളൊന്നും വരുത്തുമില്ല. ബട്ട് നമുക്ക് അറിയുന്ന ആൾക്കാർ ആയിരിക്കാം. നമ്മൾ സ്പാം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ കേസ് അതിന് സബ്മിറ്റ് കൊടുത്തതിന് ടെംപ്ലേറ്റ് ആവും. ആ ടെംപ്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ ടെംപ്ലേറ്റിന് ഒരു പേരുണ്ടാവുമല്ലോ നമ്മുടെ കൊടുത്ത ആ ടെംപ്ലേറ്റിന്റെ പേരുണ്ട്, അത് എടുത്തിട്ട് അപ്പൊ നമ്മളുടെ ഇതൊരു ചെറിയൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിനകത്ത് പോയിട്ട് നമുക്കൊരു എക്സൽ ഫയൽ ഉണ്ട്. ആ എക്സൽ ഫയൽ നമ്മൾ ഒക്കെ നമ്പർ മാത്രം ആർക്കാണ് നമ്മൾ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ നമ്പർ മൊബൈലിൽ നിന്ന് പേര് താഴെയായിട്ട് നമ്മൾ ഇത് നമ്പേഴ്സ്. അതിനുശേഷം നമ്മൾ ഇത് എടുക്കുന്നു. എക്സൽ നമ്മൾ എക്സൽ എവിടെയാണുള്ള ആ ഫയൽ എടുക്കുന്നു, നമ്പേഴ്സ് ഉള്ളത്. പക്ഷെ 4 ഡിജിറ്റ് പാസ്കോഡ് വയ്ക്കുന്നു. അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ പാസ്കോഡ് ഉണ്ട്, അത് ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ് ചെയ്യും ആ ഫയൽ. ഉണ്ടോ, ഒരു മെസ്സേജ് ക്യൂ ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. മെസ്സേജ് പോയി കഴിഞ്ഞാൽ ആ മെസ്സേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള കാര്യം. നമ്മുടെ എക്സൽ ഫയലിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആർക്കൊക്കെയാണ് അയക്കേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു ഇത് കണ്ടോ, വെൽക്കം സാമ്പിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ടെംപ്ലേറ്റിന്റെ പേരെന്താ അത് ഇവിടെ കൊടുക്കുകയും വേണം. അത്രയുള്ള കാര്യം. ഏത് ടെംപ്ലേറ്റ് അയക്കേണ്ടത് ആ ടെംപ്ലേറ്റിന്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. ആർക്കാണ് അയക്കാൻ നമ്പർ എടുക്കുക, നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യുക. അത്രയുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പരിപാടി ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ എടുക്കുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ ഈ വാട്സ്ആപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ എന്നിട്ട് എല്ലാവർക്കും അങ്ങോട്ട് അയക്കുക. അപ്പൊ എന്ത് സംഭവിക്കുക, ആൾക്കാരെല്ലാം കാണുന്നു, നിങ്ങളുടെ ബ്രാൻഡിങ് ഉണ്ടാവുന്നു, നിങ്ങൾ ലൈവായിട്ട് നിൽക്കുന്നു. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് സിമ്പിൾ മെത്തേഡ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക,